ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ദിവാലി മേക്കപ്പ് ലുക്ക് കാണാം. ആദ്യമായിട്ട് ഞാനൊരു നല്ല ലിപ് ബാം എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യാണ്. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒരു ഇലൂമിനേറ്റിംഗ് മോയ്സ്ചറൈസറോ സ്ട്രോപ്പ് ക്രീമോ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലാക്മേയുടെ ലൂമി ക്രീമാണ്. ഇതൊരു നല്ല സ്ട്രോബിംഗ് ക്രീമാണ്. നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന് ശേഷം ഞാനൊരു പ്രൈമർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രൈമർ മേബ്ലിന്റെ ഫിറ്റ് മീ ഡ്യൂയി ആൻഡ് സ്മൂത്ത് വേർഷൻ പ്രൈമർ ആണ്. ഇതിന്റെ മാറ്റ് വേർഷൻ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ട്രൈ ചെയ്യാം. എനിക്ക് ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ കൂടുതൽ ഡ്രൈനെസ് ഉള്ള ഭാഗത്തും പോർസ് ആൻഡ് ലൈൻസ് ഒക്കെ ഉള്ള ഭാഗത്താണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബോബി ബ്രൗണിന്റെ വെയ്റ്റ്ലെസ് ലോങ് വെയർ ഫൗണ്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഷെയ്ഡ് വന്നിട്ട് വാം നാച്ചുറൽ. ഇതിന്റെ മിനി വേർഷൻ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ലൈറ്റ് കവറേജ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് 2 പ്രാവശ്യം ലെയർ ചെയ്യുമ്പോഴാണ് ഒരു മീഡിയം കവറേജ് തന്നെ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്. കൺസീലർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ കുറച്ചൊരു കവറേജ് മുഖത്തിന് കൊടുക്കും. പിന്നെ ഫൗണ്ടേഷന് കവർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാത്രം കൺസീലർ വെച്ച് നമുക്ക് കവർ ചെയ്യാം. കൺസീലർ കൂടുതൽ തിക്കാണ് ഫൗണ്ടേഷനെ കാട്ടി, അതുകൊണ്ട് കുറച്ച് യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ തന്നെ അപ്ലൈ ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ കൺസീലർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു HD ഹൈ കവറേജ് കൺസീലർ ആണ്. 140Y ഷെയ്ഡാണ് എൻ്റെത്. ഫൗണ്ടേഷന് കവർ ചെയ്യാൻ പറ്റാതിരുന്ന ഇൻപെർഫെക്ഷൻസ് ഒക്കെയാണ് ഞാൻ കൺസീലർ വെച്ചിട്ട് കവർ ചെയ്തത്. കൂടുതലും ഐ ഏരിയയിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊക്കെ ലിപ്സിന്റെ ചുറ്റും പിന്നെ മൂക്കിന്റെ സൈഡിൽ അങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ കവറേജ് വേണ്ട സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൺസീലർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനൊരു കോമ്പാക്ട് അപ്ലൈ ചെയ്യാണ്. നൈക്കയുടെ കോമ്പാക്ട് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു കോമ്പാക്ട് ആണിത്. ഇത് ഒരു മാറ്റ് ഫിനിഷ് അല്ല കൊടുക്കുന്നത്, നാച്ചുറൽ ഫിനിഷ് ആണ് കൊടുക്കുന്നത്. കുറച്ച് നല്ല കവറേജും ഇത് കൊടുക്കും. ലാക്മേയുടെ മൈക്രോ ബ്രോ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഐബ്രോ പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണിത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, എങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരു സ്പൂളിയും കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫുൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ട്വിസ്റ്റർ പെൻസിൽ ആയതുകൊണ്ട് തന്നെ വളരെ ഫൈൻ ടിപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഹെയർസിനെ മിമിക് ചെയ്ത് നമുക്കിത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫില്ല് ചെയ്ത ബ്രോസ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നൈക്കയുടെ ബ്രോ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആണ്. ഇത് നമ്മുടെ ഐബ്രോസിലെ ആ ഹെയർസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിൽക്കും. മേക്കപ്പ് റെവല്യൂഷൻ ആൻഡ് ഫ്രണ്ട്സിന്റെ ജോയ് എന്ന് പറയുന്ന ഐഷാഡോ പാലറ്റ് ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു മാറ്റ് വളരെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. ഈ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫുൾ ഐലിഡ്സ് ടിൽ ബ്രോ ബോൺ വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഐലിഡ്സിനെ കുറച്ചൊന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാനും മാറ്റിഫൈ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ സെയിം പാലറ്റിൽ ഒരു ഫ്ലൂറിസെന്റ് ഗ്രീൻ ഐഷാഡോ ഉണ്ട്. അതിന്റെ പിഗ്മെന്റേഷൻ അത്ര പോരാ, മാറ്റ് ഷെയ്ഡ് ആണ്. ഇത് ഞാൻ എൻ്റെ ക്രീസിന് മുകളിലായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് ആയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനിത് സ്മഡ്ജ് ചെയ്യുന്നത്. കാരണം ഒരു ഡിഫ്യൂസ്ഡ് ഇഫക്റ്റ് ആണ് നമുക്കിവിടെ വേണ്ടത്. ഒരുപാട് പിഗ്മെന്റേഷൻ നമുക്കിവിടെ വേണ്ട, കാരണം ലിഡിലാണ് നമ്മൾ കൂടുതൽ കളർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ബെലോറ പാരീസിന്റെ ഹൈഡ്രേറ്റിംഗ് കോൾ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈൻ ചെയ്യുന്നത്. നല്ല തിക്കായിട്ടാണ് ഞാൻ ലൈൻ ചെയ്യുന്നത്. ഇത് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കണം. വളരെ നല്ല കാജലാണിത്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ജെറ്റ് ബ്ലാക്ക് ആണ്, വളരെ ക്രീമിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്മഡ്ജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്മഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ അത് സെറ്റ് ആയി പോവും. അപ്പം നല്ല ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഐഷാഡോയ്ക്ക് നല്ലൊരു പോപ്പ് ഓഫ് കളർ കൊടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഡിസ്ഗൈസ് കോസ്മെറ്റിക്സിന്റെ ഒരു സിംഗിൾ ഐഷാഡോ ആണ് ഞാൻ എൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്, ഏകദേശം ഒരു ടീൽ ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എങ്കിലും ഇത് ഒരുപാട് പിഗ്മെന്റഡ് അല്ലാന്ന് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം ലെയർ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ഡ്രൈ ടെക്സ്ചർ ആണ്, പക്ഷെ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐഷാഡോ ആണ്. കാരണം ഇത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. മാത്രമല്ല പ്രിറ്റി ഡീസെന്റ് പിഗ്മെന്റേഷൻ ഉണ്ട്. നമ്മൾ ഹൈ എൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ആ രീതിക്ക് ഇല്ല എന്നുള്ളതേ ഉള്ളൂ.
ലോവർ ലാഷ് ലൈനിലും ഞാൻ ഇതേ ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഐ ലുക്ക് തോന്നും. അതുകൊണ്ട് മേളിൽ യൂസ് ചെയ്ത അതേ കളർ തന്നെ താഴത്തെ ലാഷ് ലൈനിലും ഞാൻ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാണ്. ഫുൾ അപ്ലൈ ചെയ്യുന്നില്ല, ഒരു ഔട്ടർ കോർണറിൽ നിന്ന് ഒരു മിഡിൽ വരെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ ബ്രഷ് എടുത്തിട്ട് ഈ ക്രീസ് കളറുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. എൻഡ്സ് മാത്രമാണ് സ്മഡ്ജ് ചെയ്യുന്നത്, സോ ദാറ്റ് ഡിഫ്യൂഷൻ വിൽ ബി പെർഫെക്റ്റ് ടുവേർഡ്സ് ദ ക്രീസ് കളർ. രണ്ട് കണ്ണിലും ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പർ ലാഷ് ലൈനിൽ യൂസ് ചെയ്ത സെയിം കാജൽ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിന്റെ അകത്ത് ടൈറ്റ് ലൈൻ ചെയ്യാണ്. അപ്പർ ആൻഡ് ലോവർ വാട്ടർ ലൈൻസിൽ ഞാൻ നല്ല ജനറസ് ആയിട്ട് തന്നെ ഈ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ യൂസ് ചെയ്ത പാലറ്റിലെ ഷിമറി ആയിട്ടുള്ള ഒരു പിങ്ക് ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇന്നർ കോർണറിൽ ഒന്ന് അപ്ലൈ ചെയ്യാണ്. നമ്മുടെ കണ്ണ് നല്ല ഓപ്പൺ ആയിട്ട് വളരെ ബ്രൈറ്റ് ആയിട്ട് തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ലോറിയൽ പാരീസിന്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഫോൾസ് ഐലാഷസ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റ് കാണും. പക്ഷെ ഞാൻ എപ്പോഴും ഫോൾസ് ലാഷസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് എൻ്റെ ഐ മേക്കപ്പിനെ വളരെ മെസ്സി ആക്കാറുണ്ട്. എങ്കിൽ ഞാൻ ഇതുവരെ ലാഷസ് വെക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ സാഹസത്തിന് പോവാതെ ഞാൻ ജസ്റ്റ് മസ്കാര മാത്രം അപ്ലൈ ചെയ്ത് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്യാണ്. കോണ്ടൂർ ആൻഡ് ഹൈലൈറ്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിന്റെ ഈ ഒരു പാലറ്റ് ആണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല ഇതിൻ്റെ അകത്തെ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ലതാണ്. എനിക്ക് ഇതിൻ്റെ അകത്തെ ഹൈലൈറ്റർ ആണ് ഏറ്റവും ഇഷ്ടം. കോൺടൂർ കുറച്ച് സ്ട്രോങ് ആയിട്ട് എൻ്റെ സ്കിൻ ടോണിന് തോന്നുന്നുണ്ട്. പക്ഷെ വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ ബ്ലഷ് എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അധികം ബ്ലഷ് യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ അകത്ത് കോൺടൂർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കോൺടൂറിങ് ചെയ്യുന്നത്. ആദ്യം ഞാൻ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തു. അത് ഇനി കുറച്ച് ടോൺ ഡൗൺ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. മേബിലിൻ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ഒരു ബ്ലഷ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇന്ന്. ഈ ഒരു ഷെയ്ഡിന്റെ പേര് ഹോപ്പ്ഫുൾ എന്നാണ്. ഒരു പീച്ചി പിങ്ക് ഷെയ്ഡാണ്. വളരെ സട്ടിലായിട്ട് നമുക്ക് പാനിൽ തോന്നുമെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാതെ കുറച്ചൊരു ഗ്ലോ കൊടുക്കുന്ന ഒരു ബ്ലഷ് ആണ്. എനിക്കിത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വാങ്ങിച്ചാണ്. വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഇത് വരുന്നത്. പക്ഷെ അടിപൊളി ബ്ലഷ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഷുഗറിന്റെ സെയിം പാലറ്റിലെ ഹൈലൈറ്റർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കളക്ഷനിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റർ ആണെന്ന് തന്നെ പറയാം. കാരണം ഇതിന് ഒരു കൂൾ ടോൺ ആണ്. എൻ്റെ കയ്യിൽ കൂൾ ടോൺ ഉള്ളത് മേബ്ലിൻ്റെ ഒരു ഹൈലൈറ്റർ ഉണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സട്ടിലായിട്ട് തോന്നും. എങ്കിലും നമുക്ക് കുറച്ച് ലെയർ ചെയ്ത് നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ലാക്മേ അബ്സല്യൂട്ട് മെയ്ഡ് ടു ലാസ്റ്റ് എന്ന് പറയുന്ന സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന് നല്ല ഫ്രേഗ്രൻസ് ഉണ്ട്. അത് എനിക്ക് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത്. എനിക്ക് മാക്കിന്റെ ഫിക്സ് പ്ലസ് പോലെ തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെറ്റിംഗ് സ്പ്രേ ആണ്. ലാസ്റ്റ് ലിപ്സ് ആണ്. ലിപ്സിന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ലിപ്സ് ഡോണ്ട് ലൈ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലെ ലിപ് ലൈനർ ആണ്. ഹാർട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഒരു പ്ലം ഷെയ്ഡാണിത്. നല്ല ക്രീമിയാണ്, നല്ല പിഗ്മെന്റഡ് ആണ്. മാത്രമല്ല ഈ ഒരു ഷെയ്ഡ് ഏത് സ്കിൻ ടോണിനും ചേരും. ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ ഇത് ഞാൻ ലിപ് ലൈനർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഒരു ഫുൾ ഓൺ ലിപ് കളർ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ വളരെ നല്ല ഷെയ്ഡാണ്. ലിപ് ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഞാനൊന്ന് ഡാബ് ചെയ്ത് സ്മഡ്ജ് ചെയ്യും. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലവ് ചൈൽഡ് ബൈ മസാബ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. മീഠ എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ബ്യൂട്ടിഫുൾ ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. പക്ഷെ നമ്മൾ ഒരു പ്ലം ഷെയ്ഡാണ് ലിപ് ലൈനർ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് കുറച്ചൊരു ഡീപ്പർ ആയിട്ട് ഈ ഷെയ്ഡ് നമ്മുടെ ചുണ്ടിൽ തോന്നും. ഇങ്ങനെയാണ് ഇത് സ്വാച്ച് ചെയ്യുമ്പോൾ വരുന്നത്. നിങ്ങൾക്ക് കാണാം വളരെ ന്യൂട്രൽ പിങ്ക് ആണ്. വളരെ സട്ടിൽ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കാണാം ഫൈനൽ ലുക്കിൽ ഞാൻ 2 ടൈപ്പ് ഓഫ് ജ്വല്ലറി പെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സൂട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചങ്കി നെക്ക് പീസും പിന്നെ ഒരു സ്റ്റഡ്സുമാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് കുറച്ചുകൂടെ ഒരു മെച്ചോർഡ് ലുക്കാണ് എനിക്ക് തോന്നിയത്.
പക്ഷെ എങ്കിലും നമുക്ക് എൻ്റെ ഒരു ഏജിനൊക്കെ പറ്റിയ ഒരു ലുക്കാണ് ഇതെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഏജിന് മാത്രമല്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാം. എങ്കിലും കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ട് തോന്നുന്ന ഒരു ലുക്കായിട്ട് എനിക്കിത് തോന്നി. അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഒരു ഹെവി ഇയറിംഗ് ഇട്ടിട്ട് നെക്ക് പീസ് അവോയ്ഡ് ചെയ്യുന്നതാണ്. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് പൊതുവെ ഇയറിങ്സിലോടാണ് കൂടുതൽ ഇഷ്ടം. നെക്ക് പീസസ് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ലുക്ക് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏത് ലുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എൻ്റെ അടുത്ത് കമന്റ്സിൽ പറയണം. ഇനി ബൺ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് ഓപ്പൺ ഹെയർ ഇട്ടാലും എനിക്ക് തോന്നിയത് ഈ ഒരു ഇയറിംഗ് ആണ് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് തോന്നുന്നത്. അപ്പോ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ട്രൈ ചെയ്യാൻ കാരണം എൻ്റെ സൂട്ട് വളരെ സിമ്പിൾ ആയിരുന്നു. വളരെ ഒരു കോട്ടൺ സൂട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇതിന്റെ കൂടെ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻ പേഴ്സൺ നിങ്ങൾ കാണുവാണെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ ക്യാമറ ഇതിനെ കുറച്ചുകൂടെ ടോൺ ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ജസ്റ്റിസ് കൊടുക്കാത്ത പോലെ എനിക്ക് തോന്നി. എങ്കിലും ഇറ്റ്സ് ഓക്കെ. ഐ റിയലി ലൈക്ഡ് ദിസ് ലുക്ക്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദിവാലി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.